നമുക്കൊന്ന് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് എന്താണെന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ AS13 ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് ഉണ്ട് അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്താണ് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് എന്നും അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. സോ അപ്പോൾ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികവും ഇപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ ഇയർ ആണ് കൂട്ടിക്കോ, 2024-25 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, സോ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോഫിറ്റ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ടാകും അല്ലേ. സോ നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 25 ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഷെയർ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, പർച്ചേസ് ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലോട്ട് കിടക്കുകയാണ് നമ്മൾ കേട്ടോ, 25-26 കിടക്കുകയാണ്. ഈ ഒരു പീരിയഡിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് ജൂൺ വെച്ചിട്ടാണ് ഞാൻ ഒരു എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു 1000 ഷെയർ ഞാൻ എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറുമായി ബന്ധപ്പെട്ട് ഒരു AGM ഇവിടെ വെച്ച് കണ്ടക്ട് ചെയ്യുന്നു, ഫസ്റ്റ് ഓഗസ്റ്റിൽ കണ്ടക്ട് ചെയ്യുന്നു. സോ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഫോർ 2024-25 ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. സോ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. സോ അപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് രൂപത്തിൽ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, നമ്മളുടെ പ്രോഫിറ്റ് ഉണ്ടല്ലോ, ദ സോഴ്സ് ഓഫ് ഡിവിഡൻഡ് ഈസ് പ്രോഫിറ്റ് ഏൺഡ് ഇൻ പ്രീ അക്വിസിഷൻ പീരീഡ്. അതായത് ഈ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിൽ നിന്നായിരിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ ഏൺ ചെയ്ത പ്രോഫിറ്റിൽ നിന്ന് ഏൺ ചെയ്ത ഡിവിഡൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഡിവിഡൻഡ് ആർക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക, ആൾറെഡി നമ്മൾ ഈ 1000 ഷെയർ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 1000 ഷെയറിൻ്റെ മുകളിലുള്ള ഡിവിഡൻഡ് നമുക്ക് എന്ത് ചെയ്യും, റിസീവ് ചെയ്യും. പക്ഷേ ഈ ഡിവിഡൻഡ് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡ് ആണേനും. സോ ദാറ്റ് മീൻസ് ആക്ച്വലി ഇത് പ്രീവിയസ് ഹോൾഡർക്ക് കിട്ടേണ്ടിയിരുന്ന ഡിവിഡൻഡ് ആണ്. കാരണം പ്രീവിയസ് ഹോൾഡറാണ് ആ സമയത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, ഷെയർ ഹോൾഡ് ചെയ്യുന്നതും അവർ ഹോൾഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടേണ്ടിയിരുന്ന ഡിവിഡൻഡ് ആണ്. പക്ഷേ നമ്മൾ അത് പർച്ചേസ് ചെയ്തതിൻ്റെ ശേഷം ആ ഒരു കഴിഞ്ഞ പ്രീവിയസ് ഇയറിൻ്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത് കൊണ്ട് തന്നെ ഈ ഡിവിഡൻഡ് നമുക്കായിരിക്കും റിസീവ് ചെയ്തിട്ടുണ്ടാകുക. ദാറ്റ് മീൻസ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ട്, സാധാരണ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇറ്റ് ഈസ് ഹെൽഡ് ഫോർ ഏണിങ് അല്ലേ, ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിവിഡൻഡ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ക്യാപിറ്റൽ അപ്രീസിയേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സാധനങ്ങളാണ് എന്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്യാതെ തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്ത് വന്നിരിക്കുന്നു അല്ലേ. സോ ആ ഹോൾഡ് ചെയ്യാതെ നമുക്ക് ഈ ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് നമുക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പം നമ്മളാണ് ഷെയർ ഹോൾഡർ, അതുകൊണ്ട് തന്നെ നമുക്കായിരിക്കും ആ ഡിവിഡൻഡ് റിസീവ് ചെയ്യുക. അങ്ങനെ ഒരു ഡിവിഡൻഡ് നമുക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് നിങ്ങളുടെ ഇൻകമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കണക്കാക്കരുത്. ഇത് നിങ്ങളുടെ ഇൻകം അല്ല. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഇൻകം സൈഡിൽ ഇത് എന്ത് ചെയ്യാൻ പാടില്ല, എഴുതാനും പാടില്ല. മറിച്ച് പിന്നെ നമ്മൾ ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ പൈസ കിട്ടി ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലാണ് നമ്മൾ ഇത് എന്ത് ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് നമ്മളുടെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യും, റെഡ്യൂസ് ആവും അല്ലേ. നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യും, റെഡ്യൂസ് ആകും. അല്ലാതെ ഇത് നമ്മൾ ഇൻകം ആയിട്ട് എന്ത് ചെയ്യേണ്ട, കണക്കാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നമ്മൾ അക്വയർ ചെയ്തതിൻ്റെ മുന്നേ കമ്പനി ഏൺ ചെയ്ത പ്രോഫിറ്റിൽ നിന്ന് ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് ആണ് പ്രീ അക്വിസിഷൻ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സോ അത് ശരിക്കും നമ്മൾ ഏൺ ചെയ്ത പ്രോഫിറ്റ് അല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡിവിഡൻഡ് നമുക്ക് റിസീവ് ചെയ്യുമ്പോൾ അതൊരിക്കലും നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യരുത്. മറിച്ച് അത് നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്താ ചെയ്യേണ്ടത്, റെഡ്യൂസ് ചെയ്യാണ് വേണ്ടത്. ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ പ്രീ അക്വിസിഷൻ ഡിവിഡൻഡിൻ്റെ കൺസെപ്റ്റ് കേട്ടോ.